ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് പഴയ കടകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലാണ്. ഈ സ്പോട്ടുകൾ വരുന്നത് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ മാത്രമല്ല, തൊട്ടപ്പുറത്തെ പഞ്ചായത്തായ മുല്ലശ്ശേരി പഞ്ചായത്തിലും കൂടിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ വരുന്നവർ ഞങ്ങളെ കണ്ണൂത്ത് പാടം കാണാണ്ട് പോകാറില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്നോട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് വെങ്കിടങ്ങിലുള്ള സ്വാതി ടീ സ്റ്റാളാണ്. ഞാൻ ജനിക്കണേക്കാട്ടിയൊക്കെ മുന്നേ ഈ ഷോപ്പ് ഇവിടെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്ന നിലയ്ക്കായിട്ട് ഒരു 20 കൊല്ലം ഉണ്ടാവും. ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഇവിടുത്തെ പരിപ്പോട. തൃശ്ശൂർ എവിടെ നല്ല പരിപ്പോട കിട്ടുകയെന്ന് ചോദിച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ അതിലൊരെണ്ണമാണ് ഈ ഒരു ഷോപ്പ്. ഒരു ഉച്ച നേരം 2 മണി 2:30 പൊരിച്ചു തുടങ്ങി ഒരു 4 മണിയാകുമ്പോഴത്തേനും അത് വിറ്റ് തീർന്നുണ്ടാവും. അത്രയും ഡിമാൻഡാണ് ഇവിടുത്തെ ഈ ചൂട് പരിപ്പോടയ്ക്ക്. ഈ പരിപ്പോട ചൂടാറിയാലും പുറത്താ ക്രിസ്പിനെസ് അതുപോലെ തന്നെ ഉണ്ടാകും. ഉള്ളിലണിച്ച നല്ല സോഫ്റ്റ്നെസ്സും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ പരിപ്പോട മേടിക്കാൻ വേണ്ടിയിട്ട്. 12 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യണത്. ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിലും ആ ഒരു പഴയ ചായക്കടയുടെ ഫീലിങ്സ് നമുക്ക് ഇവിടെ പോയാൽ കിട്ടും. ഇവിടുത്തെ ചായയും അടിപൊളിയാണ്. പഴംപൊരി ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല, എന്നാലും പരിപ്പോട ഈസ് ദ ബെസ്റ്റ്. നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് ഈ കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലെ ഒരു പഴം ജ്യൂസ് കടയാണ്. ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 40 കൊല്ലത്തോളമായി. പണ്ട് ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഈ ഒരു ഒറ്റ പഴം ജ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ വരാൻ വെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, ഫോൺ ഉപയോഗിക്കരുത്, ചീത്ത പറയരുത്, അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതാണ് വാസുവേട്ടൻ്റെ ശൈലി. എന്നാലും ഈ ഒരു പഴം ജ്യൂസ് കുടിക്കാൻ വർഷങ്ങളായിട്ട് ഇഷ്ടം പോലെ പേരാണ് ഇവിടേക്ക് വരുന്നത്. ഈ പ്രായത്തിലും ജ്യൂസ് മേക്കറൊന്നും ഉപയോഗിക്കാണ്ട് സ്വന്തം കൈകൊണ്ട് തന്നെ പഴം പിടിച്ച് അതിലേക്ക് കുറച്ച് സേമിയും ഏലക്കായും കപ്പലൻ്റെ ഒക്കെ ഇട്ട് തരും. സിമ്പിൾ പഴം ജ്യൂസാണ്. അപ്പോൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത സ്പോട്ട് വരുന്നത് മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഒരു ഹോട്ടലാണ്, പ്രീതി ഹോട്ടൽ. കഴിഞ്ഞ 33 കൊല്ലമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു സാധനം ഉഴുന്നുവടയാണ്. ഇത് ഉഴുന്നുവടയ്ക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു ഉഴുന്നുവട കഴിക്കാൻ നിങ്ങൾ രാവിലെ തന്നെ പോകണം. ഉച്ചയ്ക്കൊന്നും പോയാൽ സാധനം ഇവിടെ ഉണ്ടാവില്ല, കാരണം തീർന്നിട്ടുണ്ടാക്കും. ഈ ഒരു ഉഴുന്നുവടയുടെ കൂടെ ഒരു ചട്നിയും ചമ്മന്തിയും തരും. അതും കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. ഇവിടെ ബാക്കി മസാല ദോശ, പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരം പോകാറ് ഈ ഒരു ഉഴുന്നുവട കഴിക്കാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് മുല്ലശ്ശേരിയിലെത്തതിൻ്റെ വേറൊരു പഴം ജ്യൂസ് കടയാണ്. കഴിഞ്ഞ 25 കൊല്ലത്തിന് മേലായിട്ടാണ് ഈ പഴം ജ്യൂസ് കട ഇവിടെ ഉള്ളത്. ഈ കടയിൽ നിന്ന് പഴം ജ്യൂസ് കുടിക്കാത്ത മുല്ലശ്ശേരിക്കാർ തന്നെ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം, കാരണം എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും. ഞാനൊക്കെ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടിച്ചു തുടങ്ങിയതാണ്. ഇന്നും ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കയറി ട്രൈ ചെയ്യാറുണ്ട്. അന്ന് 20 രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനം ഇന്നൊരു 35 രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ഈ കടയുടെ പേര് പാതുവ സ്റ്റോഴ്സ് എന്നാണ്, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മുല്ലശ്ശേരിക്കാർക്ക് തന്നെ അറിയുന്ന ഡൗട്ടാണ്. കാരണം ഈ കട അറിയപ്പെടുന്നത് ഫെബിയേട്ടൻ്റെ പഴം ജ്യൂസ് കട എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് സ്പോട്ടും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഭാഗത്തു കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കടയിലൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്ക്. സംഭവം അടിപൊളി, ഭയങ്കര ഓവർ ഹൈപ്ഡ് ആക്കിയിട്ടൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ഒരു വ്യത്യസ്ത തന്നെ ഫീലാണ് ഇവിടെ കയറി കഴിക്കുമ്പോൾ കിട്ടുന്നത്. അത് ഞങ്ങളെ നാടായതുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷേ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു, ബൈ.